ഇസ്ലാം മത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദ് ഉൽ ഫിത്തർ. ഹിജ്റ വർഷ കലണ്ടർ പ്രകാരം റമദാൻ മാസം പൂർത്തിയാക്കി ശവ്വാൽ മാസം 1-ന് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. മാസപ്പിറവി ദൃശ്യമാകുന്നതിന് അനുസരിച്ച് ഓരോ നാടുകളിലും ചെറിയ പെരുന്നാൾ ദിവസത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. റമദാൻ 29-ന് ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ തൊട്ടടുത്ത ദിവസമായിരിക്കും ചെറിയ പെരുന്നാൾ. 29-ന് മാസപ്പിറവി കണ്ടില്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ശവ്വാൽ മാസം 1-ാം തീയതിയിലേക്ക്, അതായത് പെരുന്നാൾ ദിനത്തിലേക്ക് കടക്കും. ഒമാൻ അടക്കമുള്ള ഗൾഫ് നാടുകളിൽ ഇത്തവണ മാർച്ച് 1-ന് തന്നെ റമദാൻ മാസവും ആരംഭിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ മാർച്ച് 2-നാണ് റമദാൻ മാസം ആരംഭിച്ചത്. സൗദി അറേബ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്ത് ശനിയാഴ്ച ശവ്വാൽ മാസപ്പിറവി കാണാനും ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആകാനും സാധ്യതയെന്ന് സൗദി അറേബ്യയിലെ ഹുദ്ദ സുധൈർ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് 8 മിനിറ്റിന് ശേഷം ചന്ദ്രപ്പിറവി ദൃശ്യമാക്കുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പ്രവചനം ശരിയാക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ ശനിയാഴ്ചയായിരിക്കും പെരുന്നാൾ, അല്ലെങ്കിൽ ഞായറാഴ്ച വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കും. കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 2 ദിവസവും ആയിരിക്കില്ല പെരുന്നാൾ. ശനിയാഴ്ച കേരളത്തിൽ നോമ്പ് 28-ഉം ഞായറാഴ്ച 29-ഉം മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മാർച്ച് 31-നോ ഏപ്രിൽ 1-നോ ആയിരിക്കും ചെറിയ പെരുന്നാൾ. പെരുന്നാൾ ദിനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കടമയായ ഫിത്തർ സക്കാത്ത് വിതരണത്തിലേക്ക് കടക്കും. ഈ സമയം മുതൽ പെരുന്നാൾ ദിനം അവസാനിക്കുന്നതുവരെയാണ് നൽകാനുള്ള സമയം. ഏകദേശം 2.5 കിലോയിലധികം തൂക്കം വരുന്ന ധാന്യമാണ് ഫിത്തർ സക്കാത്തായി നൽകേണ്ടത്. അതത് പ്രദേശത്തെ മുഖ്യ ഭക്ഷണം, അതായത് കേരളത്തിലാണെങ്കിൽ അരിയാണ് നൽകേണ്ടത്. ഫിത്തർ സക്കാത്ത് വിതരണം പൂർത്തിയാക്കി വിശ്വാസികൾ പുതുവസ്ത്രമണിഞ്ഞ് വീടുകളിലും പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു. ഇതോടെ ആചാരപരമായ ചടങ്ങുകൾ കഴിയുമെങ്കിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട് സന്ദർശിച്ചും രുചികരമായ ഭക്ഷണം കഴിച്ചും ആളുകൾ പെരുന്നാൾ ദിനം കൊണ്ടാടുന്നു. ഓരോ മാസവും 29 ദിവസമാണോ 30 ദിവസമാണോ എന്ന് തീരുമാനിക്കുക ചാന്ദ്ര മാസപ്പിറവി ദൃശ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. റമദാൻ മാസം മുഴുവൻ പകൽ വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ആഘോഷമായിട്ടാണ് ചെറിയ പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം, പത്നി ഹാജറ, മകൻ ഇസ്മായിൽ എന്നിവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ബലിപെരുന്നാൾ. ഈ 2 ആഘോഷങ്ങളാണ് മുസ്ലിം സമൂഹത്തിനുള്ളത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും സൗദി അറേബ്യയിൽ പെരുന്നാൾ തീരുമാനിച്ച് ഔദ്യോഗിക അറിയിപ്പ് വരുന്നതോടെ അംഗീകരിക്കും. അതേസമയം GCC രാജ്യങ്ങളിൽ ഒമാൻ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന പതിവുമുണ്ട്. ഇത്തവണ GCCയിലെ 6 രാജ്യങ്ങളിലും ഒരുമിച്ചായിരുന്നു റമദാൻ മാസം തുടങ്ങിയത്. അതുകൊണ്ട് ശവ്വാലും ഒരുമിച്ചാകുമോ എന്ന് പറയാൻ സാധിക്കില്ല.